ശബരിമല തന്ത്രിക്കെതിരെ ഒരു തെളിവുമില്ലെന്ന് കോടതി പറഞ്ഞതോടെ SITയുടെ വിശ്വാസ്യത നഷ്ടമായെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RB ബാബു. തന്ത്രിയുടെ അറസ്റ്റ് ദുരൂഹമാണെന്നും മറ്റു പ്രമുഖരിലേക്ക് അന്വേഷണം എത്തുന്നത് തടയാനാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതെന്നും അദ്ദേഹം ആരോപിച്ചു. അന്വേഷണത്തിൽ SIT ചിലരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്നും RB ബാബു ജനം TVയോട് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റ് ചെയ്ത തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ തെളിവിന്റെ ഒരു കണിക പോലുമില്ല എന്ന കോടതിയുടെ കണ്ടെത്തലിന് തൊട്ടു പിന്നാലെയാണ് നിലപാട് വ്യക്തമാക്കി ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RB ബാബു രംഗത്തെത്തിയത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. തന്ത്രിക്ക് ജാമ്യം ലഭിച്ചതോടെ SITയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു. തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള SITയുടെ നടപടി ദുരൂഹമായിരുന്നുവെന്നും RB ബാബു പറഞ്ഞു. തെളിവ് ഹാജരാക്കാൻ കഴിയാതെ തന്ത്രിയെ കുറ്റക്കാരനാക്കി അറസ്റ്റ് ചെയ്ത SITയുടെ നടപടി വളരെ ദുരൂഹമാണ്. ഇപ്പോൾ SIT ഹൈക്കോടതിയിൽ ഈ ജാമ്യം തള്ളിക്കളയാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷയുമായിട്ട് മൂവ് ചെയ്യുകയാണ്. SITക്ക് അതിനുള്ള അധികാരമുണ്ട്. പക്ഷേ വിജിലൻസ് കോടതി പ്രഥമ ദൃഷ്ട്യാ തന്നെ ഈ കേസിൽ തന്ത്രിക്ക് എതിരായി തെളിയിക്കാൻ ആവശ്യമുള്ള തന്ത്രി കുറ്റം ചെയ്തു എന്ന് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു രേഖകളും ഹാജരാക്കാൻ SITക്ക് ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് SITയുടെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് SITയുടെ നടപടി യഥാർത്ഥത്തിൽ തങ്ങൾക്കേറ്റ ആഘാതം മറച്ചുപിടിക്കാനോ ജാള്യത ഒളിച്ചുവെക്കാനോ വേണ്ടി നടത്തുന്ന ഒരു കസർത്ത് മാത്രമാണ്. അന്വേഷണത്തിൽ നിന്നും ചിലരെ ഒഴിവാക്കാൻ SIT ശ്രമിക്കുകയാണ്. അതിനാലാണ് കേസ് വഴിതിരിച്ചുവിടാൻ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതെന്നും RB ബാബു വ്യക്തമാക്കി. യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ കഴിയാതെ അല്ലെങ്കിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകളിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ വേണ്ടി പൊതുജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു പരിശ്രമമായിരുന്നു തന്ത്രിയുടെ അറസ്റ്റ് എന്ന പൊതുജനത്തിൻ്റെ ധാരണയെ ശക്തിപ്പെടുത്തുന്ന തരത്തിലാണ് കോടതിയുടെ വിധി പുറത്തു വന്നത്. ജനം, കൊച്ചി.